നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നലെ വഡോദരയിലെ പുതിയ സ്റ്റേഡിയത്തിൽ, കോട്ടംബി സ്റ്റേഡിയത്തിൽ നടന്നപ്പോൾ ഇന്ത്യ 4 വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കിയല്ലോ. ഇന്ത്യയുടെ ഓരോ മത്സരങ്ങൾക്ക് ശേഷവും നമ്മൾ വിശദമായിട്ടുള്ള റിവ്യൂ നടത്താറുണ്ട്. ഇന്ന് ശരിയാണ്, ഒരല്പം വൈകിപ്പോയി. കാരണം ഇന്ന് നമുക്ക് കുറച്ച് റഷുള്ളൊരു ഡേ ആണ്. സോ എല്ലാ കാര്യങ്ങളും കൂടി നോക്കിയെത്തുമ്പോൾ ഇത്തിരി വൈകിപ്പോയി. അതിനാദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ കോംപ്രഹെൻസീവ് റിവ്യൂവിലേക്ക് കടക്കും മുമ്പ് പതിവ് പോലെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഇത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളും, അതായത് ESPN ക്രിക്കറ്റ് ഫോർ, ക്രിക്ക് ബസ് ഒക്കെ തുടങ്ങിയ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റിംഗ് എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങളും ഒക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ വഡോദരയിലെ പുതിയ സ്റ്റേഡിയത്തിലെ ആദ്യ മത്സരം, ജനം ഒഴുകുകയായിരുന്നു സ്റ്റേഡിയത്തിലേക്ക്. ജനനിബിഡമായൊരു സ്റ്റേഡിയത്തിലാണ് മികച്ചൊരു പോരാട്ടം നമ്മൾ കണ്ടത്. ഇത് ഹർഷ ഭോഗലെ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ആ കളി തുടങ്ങുന്ന സമയത്ത് കിട്ടിയിട്ടിരുന്നു. ഏതാണ്ട് സ്റ്റേഡിയത്തിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ നല്ല ട്രാഫിക് റഷ് ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ എത്താൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന തരത്തിലേക്ക് പോലും ഉണ്ടായി. എന്തായാലും സോൾഡ് ഔട്ട് ആയിരുന്നു ടിക്കറ്റ്സൊക്കെ. നല്ല ജനക്കൂട്ടത്തിന് മുന്നിലാണ് ഈ കളി നടക്കുന്നത്. എന്താ ഇപ്പോൾ ഇതിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, എടോ ODIക്കൊരു പ്രാധാന്യവുമില്ല, ഈ കളി ഇനി വേണ്ട, ടെസ്റ്റ് എന്തായാലും അങ്ങനെ നടന്നോട്ടെ, T20ക്ക് മാത്രം മതി പ്രാധാന്യം എന്ന രൂപത്തിൽ ക്രിക്കറ്റ് ലോകത്ത് പലരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ODI മത്സരം കാണാൻ ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടുന്നത് എന്നുള്ളത് ആശാവഹമായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഏകദിന മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ രോഹിത്തിനെയും കോഹ്ലിയെയും ഇന്ത്യൻ ജേഴ്സിയിൽ കാണാനുള്ള ഒരേ ഒരു അവസരമാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഏകദിന മത്സരങ്ങളോട് കൂടുതൽ താല്പര്യവുമുണ്ട്. എന്തായാലും ടോസ് ലഭിച്ച ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നല്ലോ. അവരെ 300 റൺസിനാണ് പിടിച്ചത്. 50 ഓവറുകളിൽ 8 വിക്കറ്റിന് 300 റൺസ് അവരടിച്ചപ്പോൾ നമ്മുടെ ടീം ഒരു ഓവർ ബാക്കി നിൽക്കെ 6 വിക്കറ്റ് നഷ്ടത്തിൽ 306 റൺസാണ് അടിച്ചത്. അപ്പോൾ ഇതിൽ കളിയിലെ താരം അത് കിങ് കോഹ്ലി തന്നെയാണ്. ആ കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ഇന്നിങ്സുകൾ നോക്കുക. 74 നോട്ട് ഔട്ട്, 135, 102, 65 നോട്ട് ഔട്ട്, ഇങ്ങനെയൊക്കെ കളിച്ചു വന്നൊരു താരത്തിൽ നിന്ന്, അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും നമ്മളൊരു സെഞ്ചുറി പ്രതീക്ഷിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സെഞ്ചുറിക്ക് 7 റൺസ് അകലെ അദ്ദേഹം വീണെങ്കിലും ചേസ് മാസ്റ്റർ കൃത്യമായിട്ട് കളിയെ ഡിക്റ്റേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കളിക്കളത്തിൽ നമ്മൾ കണ്ടത്. 91 പന്തുകളിൽ നിന്ന് 93 റൺസ് അദ്ദേഹം അടിച്ചു. പക്ഷേ അപ്പോൾ ആ ഒരു ഘട്ടത്തിലുണ്ടല്ലോ, കോഹ്ലിയും ശ്രേയസും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അനായാസം നമ്മുടെ ടീം വിജയത്തിലേക്ക് എന്ന് തോന്നിച്ച ആ ഒരു ഘട്ടത്തിലാണ് KL ജാമീസൺ പണി തന്നത്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ 40ാമത്തെ ഓവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സ്കോർ എന്ന് പറഞ്ഞാൽ 234-2 എന്ന രൂപത്തിലാണ്. അവിടെ നിന്നാണ് 242-5 എന്ന രൂപത്തിലേക്ക് നമ്മുടെ ടീം വീണ് പോകുന്നത്. അതിന് ജയമീസൻ്റെ ആ ഒരു മാജിക്കൽ പെർഫോമൻസ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന ഓവറിലൊക്കെ എറിഞ്ഞ ആ ബൗളിങ്ങിന് നമ്മൾ കൈയടിക്കണം. കോഹ്ലിയെ മടക്കി വിടുന്നു, രവീന്ദ്ര ജഡേജയെ പറഞ്ഞു വിടുന്നു, ശ്രേയസ് അയ്യരെ മടക്കി വിടുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമല്ലാത്ത രൂപത്തിലേക്ക് പോകുമ്പോൾ, അങ്ങനെ എളുപ്പമല്ലാതെ ആവാനുള്ള കാരണം എന്താ? വാഷിങ്ടൺ സുന്ദറിന് സൈഡ് സ്ട്രെയിന്, അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഹർഷിത് റാണയെ പ്രൊമോട്ട് ചെയ്ത് വിടേണ്ടി വന്നു. ഹർഷിത് ഒരു ക്യാച്ചൊക്കെ ഡ്രോപ്പ് ചെയ്യപ്പെട്ടെങ്കിലും പിന്നീട് അദ്ദേഹം തന്നെയാണ് ആ ഒരു കൂട്ടുകെട്ടിൽ ഡൊമിനേറ്റ് ചെയ്തത്. KL രാഹുലിനൊപ്പമുള്ള കൂട്ടുകെട്ടിൽ കൂടുതൽ സ്ട്രൈക്കൊക്കെ എടുത്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ടീമിന് ഗുണകരമായി മാറിയിട്ടുണ്ട്. 23 പന്തിൽ നിന്ന് 2 4-ഉം 1 6-ഉം അടക്കം 29 റൺസ് അടിച്ചെടുത്ത് നമുക്ക് കാര്യങ്ങൾ ഒന്ന് ഈസാവുകയായിരുന്നു. അത് KL രാഹുൽ കളിക്ക് ശേഷം പറയുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ പറഞ്ഞു, ഹർഷിത് വളരെ മനോഹരമായിട്ടാണ് കളിച്ചത്. കാരണം അവനെ അയച്ചത് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടാണ്, അവനത് ചെയ്തു. അത് എന്നിൽ നിന്ന് പ്രഷർ ഒരല്പം മാറിപ്പോവാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. പിന്നെ അവസാനം KL രാഹുൽ ഒരു ഓവർ ബാക്കി നിൽക്കെ കളി ഫിനിഷ് ചെയ്തു. 4-ഉം 6-ഉം ഒക്കെ അടിച്ചുകൊണ്ട് അദ്ദേഹം കളി ഫിനിഷ് ചെയ്യുന്ന കാഴ്ച. അപ്പോൾ ഈ കോട്ടംബിയിലെ
ഈ ഒരു മത്സരത്തിൽ ടോസ് ലഭിച്ച നമ്മൾ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ന്യൂസിലാൻഡിൻ്റെ പ്രകടനം അത് നമ്മൾ എടുത്തു പറയണം. അവർ മികച്ച രൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെവൻ കോൺവോയും നിക്കോൾസും ചേർന്നുകൊണ്ടുള്ള കിടിലൻ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് അവർക്കുണ്ടായി. 117 റൺസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അവർ അടിച്ചത്. അതിൻ്റെ ഒരു ബേസിൽ തന്നെയാണ് പിന്നീട് അവരുടെ ഇന്നിങ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും. പക്ഷേ വില്യങ് 12 റൺസുമായിട്ട് മടങ്ങി. ഡാരിൽ മിച്ചൽ 84 റൺസ്, മനോഹരമായ ഇന്നിങ്സാണ്. പക്ഷേ ഒടുവിൽ അദ്ദേഹം പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിൽ LBWയിൽ കുരുങ്ങുകയായിരുന്നു. ഗ്ലെൻ ഫിലിപ്സിനെ കുൽദീപ് യാദവ് മടക്കി വിട്ടെടുത്ത് അവരുടെ സ്കോർ വലിയ രൂപത്തിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് സഹായകരമായി. കാരണം അദ്ദേഹം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയറാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഹെയ് 18 റൺസാണ് അടിച്ചതെങ്കിൽ ബ്രേസ്വെല്ല് 16 റൺസ്, ഫോക്സ് 1 റൺസാണ് അടിച്ചത്. ക്ലർക്കിൻ്റെ ആ ഒരു കെമിയോ തീർച്ചയായിട്ടും അവർക്ക് വലിയ രൂപത്തിൽ ഗുണം ചെയ്തു. അങ്ങനെയാണ് അവർ 300ലേക്ക് എത്തുന്നത്. 17 പന്തിൽ നിന്ന് 3 ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം 24 റൺസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി നമ്മുടെ ബൗളിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. ന്യൂസിലാൻഡ് അവരുടെ പൂർണ്ണ കരുത്തിലുള്ള ടീമല്ല എന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ നമ്മുടെ ബൗളിങ്ങിൽ പ്രസിദ്ധ് കൃഷ്ണ 9 ഓവറിൽ 60 റൺസാണ് വിട്ടുകൊടുത്തത്. പക്ഷേ അദ്ദേഹം 2 വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. ഹർഷിത് റാണ 10 ഓവറിൽ 65 റൺസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 8 ഓവറിൽ 40 റൺസാണ് സിറാജ് വിട്ടുകൊടുത്തത്, 2 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. സോ പ്രസിദ്ധ് കൃഷ്ണയുടെ ഒക്കെ ബൗളിങ്ങിനെതിരെയൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പം വരുന്നുണ്ട്. ഇപ്പം 4ഉം 6ഉം 4ഉം ഒക്കെ പ്രസിദ്ധ് കൃഷ്ണക്കെതിരെ ഒരു 48 ഓവറിലൊക്കെ അവരുടെ ബാറ്റർ പ്രത്യേകിച്ച് അവസാന ഭാഗത്ത് ഉള്ള താരങ്ങളൊക്കെ അടിച്ചത്, അതായത് ക്ലർക്കൊക്കെ അടിച്ചത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോൾ പലരും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഇതിൽ പാണ്ഡ്യ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്തായാലും പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുമായിരുന്നു. അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തു. ജസ്പ്രീത് ബുംറ റെസ്റ്റിലാണുള്ളത് എന്ന കാര്യമൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് ലഭ്യമാകാവുന്ന ഒരു മികച്ച അറ്റാക്കിംഗ് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ മറുപടി ബാറ്റിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കേണ്ടത്. ഈ 300 റൺസ് എന്നുള്ളത് ഒരു തരത്തിലും ആ പിച്ചിൽ അത്ര വലിയൊരു സ്കോർ ആയിരുന്നില്ല. 2 കാര്യങ്ങൾ ഇന്ത്യയുടെ ചേസിങ് കാണുമ്പോൾ 2 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, ന്യൂസിലാൻഡിൻ്റെ ആ ഒരു ഇൻഎക്സ്പീരിയൻസ് വളരെ വ്യക്തമാണ്. നമ്മുടെ വിക്കറ്റ് ഇപ്പോൾ KL ജാമീസൺ വിക്കറ്റുകൾ എടുത്ത് ഇന്ത്യയെ ബുദ്ധിമുട്ടാക്കുമെന്ന് തോന്നിച്ചെങ്കിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ അവരുടെ അറ്റാക്കിൽ പലർക്കും കഴിയുന്നില്ല. കാരണം താരതമ്യേന പുതുമുഖങ്ങളായിട്ടുള്ള ഒരു അറ്റാക്കാണ് അവർക്കുള്ളത്. രണ്ടാമത്തത്, ഈ 300 റൺസ് അത് പോരായിരുന്നു, ഈ പിച്ചിൽ അത് പോരാ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ ആ ഒരു മറുപടി ബാറ്റിങ്ങിനിടക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്. ഏതായാലും ഈ ഒരു തുടക്കം, ഇന്ത്യയുടെ ഇന്നിങ്സിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഗില്ലും രോഹിത് ശർമ്മയും ചേർന്നുള്ള തുടക്കമാണ്. രോഹിത്തിൻ്റെ ബാറ്റിൽ നിന്ന് 2 സിക്സറൊക്കെ പിറക്കുമ്പോൾ നമ്മൾ വീണ്ടും ഹിറ്റ്മാനിൽ നിന്നൊരു ബിഗ് സ്കോർ പ്രതീക്ഷയാണ്. പക്ഷേ 29 പന്തിൽ നിന്ന് 26 റൺസ് എടുത്ത് അദ്ദേഹത്തെ KL ജാമീസിൻ്റെ പന്തിൽ മൈക്കിൾ ബ്രേസ്വെല്ല് പിടിച്ച് പുറത്താവുകയായിരുന്നു. പിന്നീടാണ് കോഹ്ലിയും ഗില്ലും ചേർന്നുള്ള മികച്ചൊരു കൂട്ടുകെട്ട് പിറക്കുന്നത്. 2 പേരും ചേർന്നുകൊണ്ട് മനോഹരമായിട്ട് തന്നെ കളിക്കുന്ന കാഴ്ച. വിത്ത് ശുഭ്മൻ ഗില്ല്, വിത്ത് ശ്രേയസ് അയ്യർ, 2 പേർക്കൊപ്പവും നല്ല രൂപത്തിൽ തന്നെ കളിച്ചു കോഹ്ലി. 118 റൺസിൻ്റെ ഒരു സ്റ്റാൻഡാണ് ശുഭ്മൻ ഗില്ലുമായിട്ടുണ്ടാക്കിയത്. 77 റൺസിൻ്റെ സ്റ്റാൻഡാണ് ശ്രേയസ് അയ്യരുമായിട്ടുണ്ടാക്കിയത്. അപ്പോൾ കോഹ്ലിയുടെ ഒരു ഇന്നിങ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ബോത്ത് വിൻറ്റേജ് ആൻഡ് ന്യൂ ഏജ് റിതം മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളിയായിരുന്നു. അപ്പോൾ ഇതിന് കാരണം കോഹ്ലി പിന്നെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറയുന്നുണ്ട്. അതായത് ആദ്യത്തെ ഒരു 10-20 പന്തുകളിൽ നമുക്ക് പെട്ടെന്ന് റൺസ് അടിക്കണം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് കളിച്ചത്. അതാണ് അങ്ങനെയുള്ളൊരു അപ്രോച്ചിലേക്ക് തുടക്കത്തിൽ പോയത് എന്നുള്ളത് അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഇൻറ്റൻഷൻ വളരെ കൃത്യമാണ്. അദ്ദേഹം സീമേഴ്സിനെതിരെ സ്റ്റെപ്പിംഗ് ഔട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓവർ ദി ടോപ്പ് അദ്ദേഹം അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നെ 6 ഫോറുകളാണ് ആദ്യത്തെ 20 പന്തുകൾ ഫേസ് ചെയ്യുമ്പോൾ അദ്ദേഹം അടിക്കുന്നത്. പിന്നെ അദ്ദേഹം മനസ്സിലാക്കുന്നു, ഇനി ഞാനാണ് ഇൻചാർജ്. ഈ കളിയെ 300 റൺസ് സ്കോർ ഉണ്ടല്ലോ, അത് ഇന്ത്യക്ക് അനുകൂലമാക്കി എടുക്കാൻ ഇവിടെ ഞാൻ നിന്നേ പറ്റൂ എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ആ രൂപത്തിലേക്ക് മാറി കളി മെനയുന്ന ഒരു താരമായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. സോ ഇതിൽ നമുക്ക് എത്രത്തോളം അതോറിറ്റേറ്റീവായിട്ടാണ് അദ്ദേഹം കളിക്കുന്നത് എന്നുള്ളത് ആ ഒരു കളിയിലെ ഓരോ നിമിഷങ്ങളിലും വളരെ കൃത്യമായിരുന്നു. ഇപ്പോൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു ഫോർ വരുന്നു. അപ്പോൾ ക്ലർക്ക് പന്തെറിയാൻ വരുമ്പോൾ ഇപ്പം 30 യാർഡ് സർക്കിളിൻ്റെ ഉള്ളിൽ 4 ഫീൽഡേഴ്സ് മാത്രം, ഔട്ട്സൈഡ് ദി 30 യാർഡ് സർക്കിൾ 4 ഫീൽഡേഴ്സ് മാത്രം അലൗഡ് ആകുന്നൊരു ഘട്ടം. അപ്പോൾ അദ്ദേഹം ഔട്ട്സൈഡ് ദി ലെഗ് സ്റ്റമ്പിലാണ് സ്റ്റാൻഡ് എടുക്കുന്നത്. അപ്പോൾ അതിനർത്ഥം
ഓഫ് സ്റ്റമ്പിന് ഭാഗത്തേക്ക് ഏത് ബോൾ വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ട് താൻ ബൗണ്ടറി അടിക്കും എന്ന രൂപത്തിലുള്ള ഒരു മെസ്സേജ് അദ്ദേഹം കൊടുക്കുകയാണ്. സോ ഓൺ ദി ലൈൻ ഓഫ് സ്റ്റമ്പ് വന്നു കഴിഞ്ഞാൽ അത് ഓഫ് സൈഡിലൂടെ പറക്കും എന്ന കാര്യം ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൗളർമാർ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ക്ലർക്ക് കോഹ്ലിയെ ഫോളോ ചെയ്യുന്നു. കൃത്യമായിട്ട് അദ്ദേഹവും തൻ്റെ റിസ്റ്റിൻ്റെ ആ ഒരു മികവോടുകൂടി വളരെ എക്സ്പെർട്ടൈസോടുകൂടി പന്ത് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലേക്ക് ബൗണ്ടറി അടിക്കുന്നു. സോ ഇത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഡൊമിനൻസ് അത് അദ്ദേഹം കളിക്ക് ശേഷം പറയുന്നുണ്ട്, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിക്ക് ഇൻ ചെയ്യുമെന്നുള്ളത്. ആ എക്സ്പീരിയൻസ് കിക്ക് ഇൻ ചെയ്തു. അദ്ദേഹത്തോടൊപ്പം മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബൗളേഴ്സ് ന്യൂസിലാൻഡ് ടീമിൽ കുറവാണ് എന്നുള്ളത് കൃത്യമായിട്ട് വെളിപ്പെടുകയും ചെയ്തു. അപ്പോൾ കോഹ്ലി ഇങ്ങനെ സെഞ്ചുറിയിലേക്ക് പോകുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് കെ.എൽ. ജാമീസൺ പണി തരുന്നത്. കെ.എൽ. ജാമീസനെ നമുക്കറിയാമല്ലോ, പലവട്ടം കോഹ്ലിക്കും ഇന്ത്യൻ ടീമിനും ഒക്കെ പിണന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പന്തിൽ മൈക്കിൾ ബ്രേസ്വെല്ലിൻ്റെ കിടിലിനൊരു ക്യാച്ചിലാണ് കോഹ്ലി മടങ്ങിപ്പോകുന്നത്. 91 പന്തിൽ നിന്ന് 93 റൺസ്. ആ സ്റ്റേഡിയം അങ്ങ് നിശബ്ദമായി പോയി. കാരണം അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അത് ആഘോഷിക്കാൻ വേണ്ടി ആരാധകർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ അദ്ദേഹം പുറത്താകുന്നത്. ദെൻ പിന്നീട് നമ്മുടെ വിക്കറ്റുകൾ തുടരെ വീഴുന്നു. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. അതായത് രവീന്ദ്ര ജഡേജ 4 റൺസുമായിട്ട് മടങ്ങുന്നു. കെ.എൽ. ജാമീസിൻ്റെ പന്തിൽ ക്ലർക്ക് പിടിച്ചാണ് മടങ്ങിപ്പോകുന്നത്. പിന്നെ ശ്രേയസ് അയ്യർ അതുവരെ വളരെ അതോറിറ്റേറ്റീവായിട്ട് കളിച്ചുകൊണ്ടിരുന്ന താരത്തിന് എന്താണ് അപ്പോൾ പറ്റിയതെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും 47 പന്തിൽ 49 റൺസ് അടിച്ച് അദ്ദേഹം ബൗൾഡായി പോവുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ക്രോസ് സീം ഡെലിവറീസാണ് ആ ഒരു ബോത്ത് ഒക്കേഷൻസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് വഡോദരയിലെ ബ്ലാക്ക് സോയിൽ സർഫേസിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് ആ ഒരു ഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദെൻ റാണ വരുന്നു. റാണ വന്നപ്പം നമുക്ക് എന്തുകൊണ്ട് വാഷിംഗ്ടൺ വന്നില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പരിക്കുള്ളത് കൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്. എന്നാൽ റാണ വന്നപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച, അദ്ദേഹത്തിന് കറക്റ്റ് കണക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ ടീമിന് അനുകൂലമായിട്ട് സംഭവിച്ച ഡാരിൽ മിച്ചൽ എന്തൊരു ഈസി ക്യാച്ചാണ്. അദ്ദേഹം എങ്ങനെയാണ് അത് ഡ്രോപ്പ് ചെയ്തത് എന്നുള്ള അത്ഭുതമാണ്. എനിക്ക് അതിൽ വലിയ തമാശ തോന്നിയത് കമൻറ്റേറ്റേഴ്സ് ആ സമയത്ത് ഇംഗ്ലീഷ് കമൻറ്റേറ്റേഴ്സ് ന്യൂസിലാൻഡിൻ്റെ ഫീൽഡിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്ലെൻ ഫിലിപ്സ് ഒരു ബൗണ്ടറി തടഞ്ഞിട്ടതിനൊക്കെ ഇങ്ങനെ പറ്റി പറഞ്ഞിട്ട് ന്യൂസിലാൻഡിൻ്റെ ഫീൽഡിംഗ് സ്റ്റാൻഡേർഡൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു സിമ്പിൾ ക്യാച്ച് ഡ്രോപ്പായി പോകുന്നത്. അപ്പോൾ ആ ക്യാച്ച് ഡ്രോപ്പായി പോയത് തീർച്ചയായിട്ടും പിന്നീട് അദ്ദേഹം മുതലെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 6th വിക്കറ്റ് സ്റ്റാൻഡിൽ അദ്ദേഹം കെ.എൽ. രാഹുലിനോടൊപ്പം നല്ല രൂപത്തിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നീട് പ്രത്യേകിച്ച് പറഞ്ഞാൽ രാഹുൽ ഒരു ഭാഗത്ത് നിൽക്കുകയും മറുഭാഗത്ത് കൂടുതൽ സ്ട്രൈക്ക് എടുക്കുന്നത് ഹർഷിത് റാണയുമായിരുന്നു. അത് അദ്ദേഹത്തിന് കൊടുത്ത ഒരു മെസ്സേജും അത് തന്നെ ആയിരിക്കണം. പെട്ടെന്ന് അദ്ദേഹം ഹിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു കിടലൻ 6 ബാറ്റിൽ നിന്ന് കണ്ടു. 2 4 വന്നു. 23 പന്തിൽ നിന്ന് 29 റൺസ് അടിച്ച അദ്ദേഹത്തെ ക്രിസ് ക്ലർക്കിൻ്റെ പന്തിൽ മിച്ചൽ ഹെയ് പിടിച്ച് അദ്ദേഹം പുറത്താവുകയായിരുന്നു. പിന്നെ നമുക്ക് സ്കോറിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 22 പന്തിൽ നിന്ന് 22 റൺസ് വേണം. ആ സമയത്താണ് വാഷിംഗ്ടൺ സുന്ദർ വരുന്നത്. വാഷിംഗ്ടൺ സുന്ദറിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ശരിക്കും ആ സൈഡ് സ്ട്രൈൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ തന്നെ അദ്ദേഹം ആ ഒരു ലോഫ്റ്റഡ് ഷോട്ട് കളിച്ചില്ലേ, ആ ലോഫ്റ്റഡ് ഷോട്ട് കളിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ നോക്കിയത്, ആ ഫോളോ ത്രൂവിലെ റിയാക്ഷൻ അതിലുണ്ടായിരുന്നു. അദ്ദേഹം എത്രത്തോളം ബുദ്ധിമുട്ടിയിരുന്നു. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അക്രോസ് ദി പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ മാത്രം പറ്റുന്നൊരവസ്ഥയിലായിരുന്നു. എന്നിട്ടും ഇന്ത്യ ആ ഘട്ടങ്ങളിൽ സിംഗിളുകൾ എടുത്ത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പിന്നെ അവസാനം നമ്മുടെ കെ.എൽ. രാഹുലിൻ്റെ 6 4 അടിച്ചുകൊണ്ടുള്ള ആ 6 അടിച്ചുകൊണ്ടുള്ള ഫിനിഷിങ്ങും അവിടെ സംഭവിക്കുകയായിരുന്നു. സോ ഇടയ്ക്കൊന്ന് വല്ലാതെ ആയിപ്പോയി. എങ്കിൽ പോലും കെ.എൽ. രാഹുൽ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് വിജയം ഉറപ്പാക്കാൻ പറ്റും എന്നുള്ളത് വീണ്ടും തെളിയിക്കപ്പെടുന്നു. കെ.എൽ. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പണർ ആവണോ, ഓപ്പണർ ആവും, മികച്ച രൂപത്തിൽ കളിക്കും. മിഡിൽ ഓർഡർ കളിക്കണോ, അവിടെ ഇറങ്ങും, നന്നായി കളിക്കും. ഇനിയിപ്പോൾ ഫിനിഷർ ആവണോ, ക്ലാസ് ആയിട്ട് ഫിനിഷ് ചെയ്യും. അപ്പോൾ എല്ലായിടത്തേക്കും നമുക്ക് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയർ എന്നുള്ളതാണ് കെ.എൽ. രാഹുലിൻ്റെ വാല്യൂ. അത് അദ്ദേഹം ഒരിക്കൽ കൂടി നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല, ന്യൂസിലാൻഡ് ടീമിൻ്റെ ഇൻഎക്സ്പീരിയൻസ് നമ്മളിവിടെ മുതലെടുത്തിട്ടുണ്ട്, അതുകൊണ്ടുകൂടി ജയിച്ചതാണ്. എങ്കിലും വരും മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്താൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൻ്റെ എത്താം.